ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണോ മീരയുടെ അച്ഛൻ ഇണങ്ങിയത്? ഹോസ്പിറ്റലിൽ ഒന്ന് മോനൊന്ന് കണ്ടിട്ട് പോയി. എന്നോട് മിണ്ടിയില്ല. ഇവളോട് നിനക്ക് സുഖമാണല്ലോ അല്ലേ എന്ന് ചോദിച്ച് അതൊരു വല്ലാത്ത ചോദ്യമായി പോയി. നീ എവിടെ എത്തണ്ടവളാ? ഇപ്പൊ കണ്ടില്ലേ, അനുഭവിച്ചോ എന്ന മട്ടിൽ. അച്ഛനത് ഇപ്പോഴും പറയും, സിവിൽ സർവീസ് കയറി ഒരു വനിത SP-യോ DYSP-യോ ഒക്കെ ആയിരിക്കേണ്ടവള് ഒരു കൊച്ചിനെയും പ്രസവിച്ച് യൂണിവേഴ്സിറ്റി ക്ലർക്കായിട്ട് ഒതുങ്ങിക്കൂടി പോയല്ലോ എന്ന്. അങ്ങനെ ഒരു അംബീഷൻ ഉണ്ടായിരുന്നോ മീരയ്ക്ക്? ജോബിച്ചനുമായിട്ട് കൂട്ടിമുട്ടുന്നത് വരെ തമ്മിൽ ഇഷ്ടമായി തുടങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാം തലകീഴായി മറിഞ്ഞു. ഇനിയിപ്പോ ഒന്നിച്ച് ജീവിച്ചാ മതി. അങ്ങനെ നോക്കുമ്പോ സക്സസ്ഫുൾ ലൈഫ് ആണല്ലോ അല്ലെ? ഞാൻ സാറ്റിസ്ഫൈഡ്. സമാധാനം, സംതൃപ്തി, ഇത് രണ്ടുമാണ് ജീവിതം വിജയിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാന ലക്ഷണങ്ങൾ എന്നാ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ സമാധാനം കിട്ടും? ഇല്ല. പൊന്നുകൊണ്ട് മൂടിയെ കിട്ടും സമാധാനം? അതുമില്ല. ആയിരക്കണക്കിന് ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ കിട്ടും? 10,000-കണക്കിന് കോടികൾ വിലയുള്ള ഹോട്ടലുകളും ഫാക്ടറികളും വിമാനവും കപ്പലും ഇതെല്ലാം സ്വന്തമായിട്ടുള്ളവർക്കും സമാധാനം കിട്ടണമെന്നൊന്നുമില്ല. അച്ഛ മോളെ, നീ ഇപ്പൊ എവിടെയാ? കുറവലങ്ങാട് ജോബിച്ചന്റെ വീട്ടില്. ഞാൻ സ്റ്റേഷനിൽ പോയി ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചു. അവൾ കുഴപ്പക്കാരിയല്ലെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ പോലീസ് അകമ്പടിയോടെ വീട്ടിൽ കൊണ്ടുവിടാനുള്ള ഏർപ്പാടാക്കി. താങ്ക് യു അച്ഛ. നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്. എനിക്ക് റെക്കമെൻഡേഷൻസ് ഒന്നും ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇത് റെക്കമെൻഡേഷൻ അല്ല അച്ഛാ, ജെനുവൻ കേസല്ലേ. വെറുതെ ഒരു പെൺകുട്ടിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഹറാസ് ചെയ്തില്ലേ? അതെനിക്ക് മനസ്സിലായി മോളെ. SHIക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് സന്തോഷമായി അച്ഛാ. ജോബിച്ചിന് ഇതൊരു അഭിമാനം. ഞങ്ങൾക്ക് എല്ലാവർക്കും. ആ പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു. അലീന, അവളൊരു സെർവന്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. ഇരിയും, അഭിമാനം, ഉറച്ച നിലപാട്, അതെങ്ങനെ വന്നു ആ വീട്ടിൽ? അച്ഛാ, ഞാൻ ഒരാൾക്ക് കൊടുക്കാം. എനിക്കാണ്. പറഞ്ഞു അലീനെ പറ്റിയ. ഹലോ. ഹലോ. തിരുവനന്തപുരത്ത് കഴക്കൂട്ടുന്ന സ്ഥലത്ത് ഒരു ഓർഫണേജിൽ വളർന്ന കുട്ടിയാവള്. ഓ, ഹോം നേഴ്സായിട്ട് കൊണ്ടുവന്നതാ പാലായിലെ വീട്ടിൽ. വളരെ നല്ല കുട്ടിയാണ്. അവളുടെ അനുജത്തിയായിട്ട് വളർന്നൊരു പെൺകുട്ടിയെ ഞങ്ങൾ ജോലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സർവന്റ് ആയിട്ട് വന്നോളാ. ഇപ്പൊ ഞങ്ങളുടെ ബോസാണ് അവള്. ഞങ്ങളുടെ മകളാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ നന്മയാണല്ലോ. ദാറ്റ്സ് ഗ്രേറ്റ്. അവള് നല്ലതായതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് അലീനയും. ആക്ച്വലി അലീന അവൾ നിൽക്കുന്ന വീട്ടിലൊരു അംഗമാണ്. അത് തീരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. ആ വീട്ടിലുള്ള ചിലർക്ക് പോലും അറിയില്ല. അങ്ങനെ ഒരു സ്റ്റോറി കൂടി ഉണ്ട് ബിഹൈൻഡ് ദ കർട്ടൻ. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഒരു ദിവസം ഞങ്ങള് സാറിനെ കാണാൻ വരാം. അപ്പോഴെല്ലാം പറയാം. ഓ, യു ആർ ഓൾവേസ് വെൽക്കം. സാർ, അലീനയെ വിട്ടയച്ചതിന് ഞങ്ങൾ എല്ലാവരും സാറിനോട് നന്ദി പറയുക. ഇതൊരിക്കലും ഞങ്ങൾ മറക്കില്ല. വെക്കട്ടെ സാർ. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹലോ അച്ഛാ. ഹലോ. കട്ടായി. സന്തോഷായില്ല? വളരെ വളരെ സന്തോഷം. സത്യം പറഞ്ഞ ഇത് നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്ന് ട്രൈ ചെയ്യാന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. നിങ്ങൾ അച്ഛനും മോളും ജോബിച്ചനും കുരിയച്ചായും എല്ലാരും റിയലി ഫാന്റാസ്റ്റിക്. ഇങ്ങനെ വേണം ഫാമിലി. ഞങ്ങള് സന്തോഷം കൊണ്ട് പറയാനാണ് കേട്ടോ. ഈ അലീനയുടെ സ്റ്റോറി എന്താ? ബിഹൈൻഡ് ദ കർട്ടൻ സംതിങ്. അത് കൊറേ പറയാനുണ്ട്. ഇന്ന് വേണം, വേറൊരു ദിവസം പറയാം. പറയണം. ആ വീട്ടിലെ സെർവന്റ് ആ വീട്ടിലെ മെമ്പറായിന്ന് കേട്ടപ്പോ ഭയങ്കര ക്യൂരിയോസിറ്റി. പറയാനേ. ഫോൺ അടിക്കും. ഇതിപ്പോ വല്ലാത്ത മെനക്കേടായില്ല. ഒന്നുകൂടെ ഫോൺ അടിക്കും. ഫോൺ അടിച്ചാലും ആരും തുറക്കില്ല സർ. 2 പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. അവര് പേടിച്ചകത്തിരിക്കായിരിക്കും. രമേശ്, ആ ഗേറ്റ് തുറക്കും. ഗേറ്റ് തുറക്കണമെന്നില്ല. എന്നെ ഇവിടെ ഇറക്കി വിട്ടാ മതി. ഞാൻ കയറി പൊക്കോളാം. അത് വേണ്ട, വീട്ടിൽ കൊണ്ടുപോയി വിടാനല്ലോ DSPയുടെ ഓർഡർ. അത് തന്നെ നടക്കട്ടെ. അതെ, തന്നെ ഈ വഴിയിൽ ഇറക്കി വിട്ടിട്ട് വല്ലവനൊന്നും പീഡിപ്പിച്ചാ ഉത്തരം പറയേണ്ടി വരിക ഞങ്ങളാ. അതുകൊണ്ട് കോമ്പൗണ്ടിനകത്തെ വിടുന്നുള്ളൂ. എടോ, ചെന്ന് തുറക്ക്. എന്താണോ ഇതൊക്കെ? അറിയില്ല സാർ, ആരോ വലിച്ചെറിഞ്ഞത് പോലുണ്ട്. ബലാത്സംഗക്കാരന്റെ വീടല്ലേ, നാട്ടുകാർ സമ്മാനിച്ചതായിരിക്കും. സ്നേഹ, അവളെ ഇങ്ങോട്ട് ഇറക്കി. ഇങ്ങോട്ട് ഇറങ്ങി വാ. കേൾക്കാം. നിങ്ങൾ പോയിട്ട് വേണം എനിക്ക് ഗേറ്റ് അടയ്ക്കാൻ. അതൊക്കെ ഞങ്ങൾ അടച്ചോളാം. ഇപ്പൊ അകത്തോട് കയറും. ചേച്ചി അവര് ഉപദ്രവിച്ചോ? ഇല്ല മോളെ. പിന്നെ ഇത്ര നേരം എവിടെയായിരുന്നു? അവര് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കഷ്ടപ്പെടുത്തി. ചേച്ചിയോട് എന്നാ ചോദിക്കാനോ? ചേച്ചി എന്നാ ചെയ്തിട്ടാ? അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ചില ചോദ്യങ്ങൾ വിവരം അറിയാൻ, ചില ചോദ്യങ്ങൾ അവർക്ക് ചോദിച്ച് രസിക്കാൻ, വേറെ ചില ചോദ്യങ്ങൾ അവർക്ക് ഉത്തരം കേട്ട് രസിക്കാൻ. ചിലതൊക്കെ നമ്മൾ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാനും അപമാനിക്കാനും വേണ്ടി. പൂച്ച പാതിച്ചത്ത എലിയെ തട്ടിക്കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ. ചേച്ചിനെ അടിച്ചോ? ഇല്ല. 2 പേർക്ക് കൈ ധരിക്കുന്നുണ്ടായിരുന്നു എന്നെ തല്ലാൻ. രോഹിത്തിനെതിരെ ഞാൻ പരാതി എഴുതി കൊടുക്കണമെന്നായിരുന്നു നിർബന്ധം. എന്നെ മയക്കുമരുന്ന് കഴിപ്പിച്ച് ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഞാനത് ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും അവർക്കത് പോരാ. എന്നെ കൊന്നാലും അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കില്ലെന്ന് ഞാനും തീരുമാനിച്ചു. അതിനാണ് അവരെന്നെ വിടാതെ പിടിച്ചു നിർത്തിയത്. ചേച്ചി വല്ലത് പേടിച്ചില്ലേ? ആദ്യമൊക്കെ പേടി തോന്നി. പിന്നെ ഒരു ധൈര്യം കിട്ടി. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നേ? ചേച്ചി വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. 1 ദിവസം കൊണ്ട് വല്ലതും കഴിച്ചോ? ആരെങ്കിലും വാങ്ങി തന്നോ? അങ്ങനെ ഒരു കാര്യം ഒരിടത്തുനിന്നും കിട്ടിയില്ല മോളെ. ഒരു ഗ്ലാസ് വെള്ളം പോലും. ചേച്ചി ഇങ്ങോട്ടിരിക്കെ, സമാധാനായിട്ടിരിക്കെ. ഞാൻ ഇപ്പൊ തന്നെ കോഫി തരാം. റസ്ക് ഉണ്ട്, ബണ്ണുണ്ട്, പഴമുണ്ട്, മുട്ടയുണ്ട്. ചേച്ചി തൽക്കാലം ഞാൻ അത് വെച്ച് എന്തെങ്കിലും ചെയ്തു തരാം. ഞാനും വരാം. വേണ്ട, ഇവിടെ ഇരുന്നു റിലാക്സ് ചെയ്യേ. ഞാൻ ശരിയായി കൊണ്ടുവരാം. എനിക്ക് പറ്റുമല്ലോ. ചേച്ചി ഇരിക്കേ. നീ അകത്തേക്ക് വരുന്നില്ലേ? ഒരു മിനിറ്റ് ആന്റി, അലീന ചേച്ചി ഒന്ന് വിളിച്ചോട്ടെ. ചേച്ചി വീട്ടിലെത്തിയോ? എത്തി മോളെ. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എങ്ങനെ എത്തി? ആര് വിട്ടയച്ചു? ഒരു പോലീസ് ഓഫീസർ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി പോലീസിനെ വെറുതെ ടോർച്ചർ ചെയ്യാണെന്ന്. അദ്ദേഹം പറഞ്ഞു എന്നെ വിട്ടയക്കാൻ. പോലീസ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ പോലീസ് ഓഫീസർ ആരാണെന്ന് ചേച്ചിക്ക് അറിയോ? പാലാ DYSP. അതെങ്ങനെയും നിനക്കറിയാം? ഞങ്ങളല്ലേ അദ്ദേഹത്തെ പറഞ്ഞയച്ചത് ചേച്ചിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കാൻ വേണ്ടി. സത്യമാണോ? ചേച്ചിയെ പോലീസ് പിടിച്ചോണ്ട് പോയ വിവരം കൃഷ്ണമോളും മനച്ചേട്ടനൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേസ് ആന്റിയുടെ ഒരു കസിൻ
കുറവിലങ്ങാട് താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ മോൻ പാലാ ഡിവൈഎസ്പിയുടെ മോളെയാ കല്യാണം കഴിച്ചേക്കുന്നത്. ഞങ്ങൾ അപ്പൊ തന്നെ കുറവിലങ്ങാട് പോയി അവരെ കണ്ടു. ഡിവൈഎസ്പിയുടെ മോള് അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെയാ അദ്ദേഹം ചേച്ചിയെ കാണാൻ വന്നത്. അല്ലാതെ ഈ രാത്രി നേരത്ത് പാലാ ഡിവൈഎസ്പിക്ക് ചേച്ചിയെ കാണാൻ വന്നിട്ട് എന്നാ കാര്യം? അയ്യോ, ഞാൻ അറിഞ്ഞില്ല മോളെ. ആ പോലീസുകാരും എന്നെ കുറെ കഷ്ടപ്പെടുത്തിയായിരുന്നു. ഒരു പരാതി ഒപ്പിട്ട് തരണോന്ന് പറഞ്ഞോണ്ട്. ആന്റി ഉണ്ടോ മോളെ അടുത്ത്? ഞാൻ ഒരു താങ്ക്സ് പറയട്ടെ. ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാവേ. ആന്റി, ആ? അലീന ചേച്ചി. ഹലോ, ഹലോ ആന്റി. നീ വീട്ടിലെത്തിയോ? ഞാൻ വീട്ടിൽ നിന്നാ സംസാരിക്കുന്നത്. രേവതിക്കുട്ടി പറഞ്ഞില്ലേ എല്ലാം? ഇപ്പൊ പറഞ്ഞു. അപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇതുപോലൊരു സഹായം ആന്റി ഇനി ചെയ്യാനില്ല. ഇങ്ങനെ നന്ദി പറയണോന്ന് അറിഞ്ഞൂടാ. ആരും ഹെൽപ്പിനില്ലാതെ ആ പോലീസ് സ്റ്റേഷനിൽ വിഷമിച്ച് നിൽക്കായിരുന്നു ഇത്രയും നേരം. അങ്കിളിനോടും പറയണേ ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന്. ഞാനേ ഡിവൈഎസ്പിയുടെ മോൾക്ക് കൊടുക്കാം. ജോബിച്ചാ, ദേ, ആരാ? അലീനേ, മോളോടല്ലേ താങ്ക്സ് പറയേണ്ടത്? ഹലോ, എന്റെ അച്ഛനെ പാലാ ഡിവൈഎസ്പി. ആന്റിയും രേവതിക്കുട്ടിയും പറഞ്ഞു മീരേച്ചിയുടെ അച്ഛൻ ചേച്ചിന്ന് വിളിക്കാവൂന്ന് അറിഞ്ഞൂടാ. റെസ്പെക്ട് കൊണ്ട് വിളിക്കുവാണേ. ആ അച്ഛനെ ഞാൻ മറക്കില്ല. ദൈവദൂതനെ പോലെ അദ്ദേഹം ആ നേരത്തെ സ്റ്റേഷനിലോട്ട് കയറി വന്നത്. എന്നെ പിടിച്ചു വെച്ചതിന് എല്ലാരും വഴക്കും പറഞ്ഞു. തന്നെ എന്നെ വീട്ടിൽ കൊണ്ട് വിടാനും പറഞ്ഞു. നല്ല അച്ഛൻ മാത്രമല്ല, നല്ല പോലീസ് ഉദ്യോഗസ്ഥനുമാ. അച്ഛനങ്ങനെ ആരുടെയും റെക്കമെൻഡേഷൻ കേൾക്കാറില്ല. ഇതിപ്പോ അലീനയുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. വളരെ വളരെ നന്ദി അച്ഛനോടും മോളോടും. ഇറ്റ്സ് ഓക്കെ, ഞാൻ ആന്റിക്ക് കൊടുക്കാം. അലീന, ഞങ്ങളിപ്പോ കുറവലങ്ങാട്ട് നിൽക്കുക. ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാട്ടാ. അന്നേരം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എന്നാ പിന്നെ നിർത്തട്ടെ. ആയിക്കോട്ടെ ആന്റി. എനിക്ക് വേണ്ടി എല്ലാരോടും താങ്ക്സ് പറഞ്ഞേക്കണേ. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അതാണ് വെരി നൈസ് ടു സ്പീക്കിംഗ്. സിമ്പിൾ ആൻഡ് ഹംബിൾ. പാവാണെന്നേ. മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണമെന്നല്ലാതെ വേറൊരു ചിന്തയും ഞങ്ങൾക്ക് അത്രയ്ക്ക് അറിയാവുന്നുണ്ടല്ലോ. ഇതിലൊക്കെ ഒരു പങ്ക് എനിക്കുണ്ട് കേട്ടോ. പാലാ ഡിവൈഎസ്പിയുടെ മോളൊക്കെ പണ്ട്. ഇപ്പൊ എന്റെയാണ് ഭാര്യ. ആ സംഭവം പോലീസ് മുമ്പാകെ പരാതിയായി എത്താതിരിക്കാൻ രോഹിത് ബാലചന്ദ്രന്റെ അച്ഛൻ ബാലചന്ദ്ര മേനോൻ വൻതുക അലീന എന്ന യുവതിക്ക് ബാങ്ക് ചെക്കായി നൽകിക്കൊണ്ട് ആ കേസ് ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായതെന്ന് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തി. അച്ഛനെന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അച്ഛൻ എന്നെ ആശ്വസിപ്പിക്കാൻ തോന്നിയെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാൻ തോന്നണം. ഇതെല്ലാരും കാണത്തില്ലേ ചേച്ചി? പലയിലുള്ള എല്ലാരും വായിക്കത്തില്ലേ?